ബ്രൈറ്റ് കേരളൈറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ഒരു സയൻറ്റിസ്റ്റായ ആസ്ട്രോഫിസിസ്റ്റായ ഡോക്ടർ വിഷ്ണു വാസുദേവ് ഈ കേരളത്തോട് ചോദിച്ച വിശ്വാസികളോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. വളരെയധികം വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നൊരു ചോദ്യമാണ്. അത് നമുക്ക് കേൾക്കാം. ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തും ലോകത്തിന്റെ പല ഭാഗങ്ങളില് കൊച്ചുകുട്ടികൾ ലൈംഗികമായിട്ടുള്ള പീഡനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം എന്തുകൊണ്ടാണ് അവിടെ ഇടപെടാത്തത്? എന്തുകൊണ്ടാണ് അത് തടയാത്തത്? എങ്ങനെ ദൈവത്തിനത് പൂർണ്ണമായിട്ടും കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കും? മുൻജന്മത്തിൽ ആ കുട്ടി ചെയ്ത പാപം കാരണമാണെന്നാണ് ചില ആളുകളൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനൊരു പാപം ചെയ്തിട്ടുള്ളതിന് ശിക്ഷ ദൈവം നടപ്പിലാക്കുകയല്ലേ അപ്പോൾ ചെയ്യുന്നത്? ദൈവം കൊടുത്ത ശിക്ഷയല്ലേ അത്? ദൈവം ആ വ്യക്തിയെ കൊണ്ട് ചെയ്യിപ്പിച്ചതല്ലേ? അപ്പോൾ ദൈവമല്ലേ ഇവിടുത്തെ പ്രധാനപ്പെട്ട വില്ലൻ? ചില ആളുകൾ എന്നോട് പറഞ്ഞിട്ടുള്ള വാദഗതി, ദൈവം ആ ദുഷ്ടനെ പനയോളം വളർത്തും, അതിനുശേഷം അയാളെ ക്രൂരമായി നശിപ്പിക്കുമെന്നാണ്. അയാളെ എത്ര ക്രൂരമായിട്ടുള്ള പീഡനത്തിന് വിധേയമാക്കിയാലും ആ കുട്ടി അനുഭവിച്ച ആ വേദനയ്ക്ക് അതൊരു ഉത്തരമാണോ? ഒരിക്കലുമല്ല. എത്രമാത്രം ക്രൂരമായി ശിക്ഷിച്ചാലും ആ കുട്ടി അനുഭവിച്ചതിനുള്ള ഒരു ഉത്തരമായിട്ട് അല്ലെങ്കിൽ ഒരു ന്യായമായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അത് തടയാൻ സാധിക്കുമായിരുന്നു ദൈവത്തിന്. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ ശിക്ഷ കിട്ടേണ്ടത് ദൈവത്തിനാണ്. ആ കുറ്റം ചെയ്ത വ്യക്തിയേക്കാൾ വലിയ ശിക്ഷ ദൈവത്തിന് കിട്ടിയിരിക്കണം. ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഇവിടെ പ്രസക്തമല്ല. ദൈവം ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. പക്ഷെ ദൈവം ഉണ്ടെങ്കിൽ ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ ആരാധിക്കേണ്ട ആവശ്യം എന്താണ്? ആ വ്യക്തിയെ നമ്മൾ പാടി പുകഴ്ത്തേണ്ട ആവശ്യം എന്താണ്? ആ വ്യക്തി ഇതൊക്കെ അർഹിക്കുന്നുണ്ടോ? ഇദ്ദേഹം ഒരു വിശ്വാസിയായിരുന്നു. അദ്ദേഹം ആസ്ട്രോഫിസിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു അധ്യാപകനാണ്. അദ്ദേഹം ഈ ചോദ്യം കേരളത്തിലെ വിശ്വാസി സമൂഹത്തോട് നൽകി. പ്രത്യേകിച്ച് അദ്ദേഹം തൻ്റെ അനുഭവം പറയുന്നുണ്ട്. കൗമാരപ്രായത്തിൽ ഈ ഒരു ചോദ്യത്തിൽ അദ്ദേഹം വളരെയധികം വേദനിച്ചു. പിന്നെ വളരെ അടുത്ത് ഒരു സംഭവം ഉണ്ടായി. അതാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ആളെ ഈ ഒരു ചോദ്യത്തിൽ അവിശ്വാസത്തിലേക്ക് നയിച്ചത്. അതിതാണ് കാശ്മീരിലെ ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ വെച്ച് ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുന്നു, കൊല ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇതിന് ഉത്തരമുണ്ടോ? എന്തുകൊണ്ട് ദൈവം ഒന്നും ചെയ്തില്ല? പിന്നെ ഇദ്ദേഹം ഇതിൽ വയ്ക്കുന്ന ആർഗ്യുമെൻറ്റ്സ്, ആദ്യം ഇദ്ദേഹം വയ്ക്കുന്ന ദൈവം ആരാണ് എന്നുള്ള ആ കൺസെപ്റ്റ് പറയുന്നുണ്ട്. അദ്ദേഹം പിന്നീടുള്ളൊരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഈ കൺസെപ്റ്റ് എനിക്ക് ലഭിച്ചത് ഞാൻ പഠിച്ച സ്കൂളിൽ നിന്ന് ക്രിസ്ത്യാനിയായ എൻ്റെ പ്രധാന അധ്യാപകൻ നൽകിയ ആശയമാണ്. അത് ക്രൈസ്തവമാണ്. അത് ഇപ്രകാരമാണ്: ദൈവം സർവ്വവ്യാപിയാണ്, ദൈവം സർവശക്തനാണ്, ദൈവം സർവ്വ നന്മ സ്വരൂപിയാണ്. അപ്പോൾ ഈ ഒരു ആർഗ്യുമെൻ്റാണ് ദൈവത്തിൻ്റെ സ്വഭാവമായിട്ട് ഇദ്ദേഹം വയ്ക്കുന്നത്. അത് ക്രൈസ്തവമാണ്. പിന്നെ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, ഇത്രയധികം കുഞ്ഞുങ്ങൾ ഈ ലോകത്ത് ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്നു, മരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം വലിയ പീഡനങ്ങൾ അനുഭവിക്കുന്നു. ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവം, ഒന്നും പ്രതികരിക്കാത്തൊരു ദൈവം, ഈ ദൈവത്തെ നമ്മൾ എന്തു വിളിക്കണം? ദൈവം ഉണ്ടായിക്കോട്ടെ ഇല്ലായിക്കോട്ടെ, അല്ലെങ്കിൽ ഉണ്ടെന്ന് കരുതുക, ആ ദൈവം ഇതൊക്കെ നോക്കിയിരിക്കല്ലേ? ഇത്രയും ക്രൂരനായ ഒരു ദൈവമാണോ ദൈവം? അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തെ എന്തിനാണ് നമ്മൾ ആരാധിക്കേണ്ട ആവശ്യകത? ഇദ്ദേഹത്തിൻ്റെ വിശ്വാസിയായ ഭാര്യയോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ കൃഷ്ണഭക്തിയായ ഭാര്യ വിശ്വാസം ഉപേക്ഷിച്ചു എന്ന് തന്നെ ഇദ്ദേഹം പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം വിശ്വാസികളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് ഉത്തരമുണ്ട്? ഞാൻ ഈ നൽകിയിരിക്കുന്ന ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾ എന്ത് ഉത്തരം പറയും? ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ചോദ്യം. ഇതിനെ വിശ്വാസികൾക്കിടയിൽ പറയുന്നത് പ്രോബ്ലം ഓഫ് ഈവിൾ, തിന്മയുടെ കാരണം എന്ത് എന്ന് തന്നെയാണ്. അപ്പോൾ ഇതിന് ഓരോ മതങ്ങളിലും ഓരോ ഉത്തരങ്ങളാണ്. ഇതിലൊരു ഉത്തരം രണ്ടുത്തരം അദ്ദേഹം പറയും. ഒന്ന് ഹിന്ദു മതത്തിൻ്റെ ഉത്തരം അദ്ദേഹം പറയുകയുണ്ടായി, ക്രിസ്ത്യാനികളുടെ ഒരു ഉത്തരം എന്ന രീതിയിൽ ഒരു കാര്യം പറയുകയുണ്ടായി. നമുക്കൊന്ന് അനലൈസ് ചെയ്യാം എന്താണ് ഇദ്ദേഹം ആഗ്രഹിക്കുന്ന ഉത്തരം. ഇപ്പോൾ ഹിന്ദു മതത്തിൻ്റെ ഉത്തരം ഇതാണ്: മുൻ ജന്മത്തിലെ പാപത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു തിന്മ ആ കുഞ്ഞിനെ അനുഭവിക്കേണ്ടി വന്നത്. ഇതാണ് ഹിന്ദു മതത്തിൻ്റെ ഉത്തരം. അപ്പോൾ ഇതിന് പല കഥകളുമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ വലിയൊരു തെറ്റ് ചെയ്തു, ആ തെറ്റ് ഇപ്രകാരമായിരുന്നു, ആ തെറ്റിൻ്റെ തുല്യമായ ശിക്ഷ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നു, അതുകൊണ്ടാണ് ആ കുട്ടി ഇത് അനുഭവിക്കേണ്ടി വന്നത്. ഇനി ആ കുട്ടി മോക്ഷത്തിലേക്ക് ഒരു പക്ഷേ പോകാം. അതുമല്ലെങ്കിൽ ഈ പാപം ചെയ്യുന്ന വ്യക്തി നരകപീഡനത്തിന് വിധേയമായി അടുത്ത ജന്മത്തിൽ വീണ്ടും മനുഷ്യനായി അവതരിക്കാം എന്നൊക്കെയാണ് ഇതിൻ്റെ ആർഗ്യുമെൻ്റ്. ഹിന്ദു മതത്തിൻ്റെ
ഒരു ഇതിൻ്റെ ഉത്തരം അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ നിർഗുണ പരബ്രഹ്മത്തിൽ ലയിച്ചു ചേരുന്നതിന് മുമ്പുള്ള അവസ്ഥയായുള്ള ജന്മജന്മാന്തരങ്ങളിലുള്ള വിശ്വാസം. അതുകൊണ്ട് ഈ പ്രോബ്ലം ഓഫ് ഈവിൾ എന്നതിനെ ആ വിഷയത്തിലാണ് ഹിന്ദുമതം ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ കേട്ടിട്ടുണ്ടെന്ന് പറയുന്നത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ക്രൈസ്തവം എന്ന രീതിയിൽ അവതരിപ്പിച്ചതാണ്, ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തും. നമ്മൾ കേൾക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ അങ്ങനൊരു വിഷയം ക്രിസ്തുമതത്തിൽ ഇല്ല. ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തുമെന്ന് പറയുന്ന ഒരു ദൈവവചന ഭാഗം ബൈബിളിൽ ഇല്ല. മറിച്ച് ദുഷ്ടൻ പുല്ലുപോലെ തഴയ്ക്കുമെന്നും നീതിമാൻ പന പോലെ തഴയ്ക്കുമെന്നും സങ്കീർത്തനം 92-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ ഇന്നുള്ള ആളുകൾ പറഞ്ഞിട്ടാണ് ദുഷ്ടൻ പന പോലെ തഴച്ചു വളരും എന്നൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ തന്നെ തെറ്റാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ അധികം പോകേണ്ടതില്ല. ഇനി ഇസ്ലാം മതവിശ്വാസികൾ ഈ ഒരു വിഷയത്തിന് ഉത്തരം പറയുന്നതും നമ്മൾ ഈ വീഡിയോ യൂട്യൂബുകളിൽ നമ്മൾ കാണുന്നുണ്ട്. അവർ പറയുന്നത് ഇപ്രകാരമാണ്: ദൈവം ഈ ലോകത്തെ പരീക്ഷിക്കുകയാണ്. ഓരോ മനുഷ്യർക്കും ആ പരീക്ഷയിൽ വിജയിക്കുവാനുള്ള അവസരമുണ്ട്. ദൈവം പ്രവാചകന്മാരെയും പ്രവാചകചര്യയും പുസ്തകങ്ങളും നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് അവർ ജീവിക്കുകയാണെങ്കിൽ അടുത്ത ജന്മത്തിൽ സ്വർഗം ലഭിക്കും, ഇല്ലെങ്കിൽ അവർ നരകത്തിലേക്ക് പോകും. അങ്ങനെ ദൈവം പരീക്ഷിക്കാൻ വേണ്ടി ഈ ഭൂമിയെ വിട്ടിരിക്കുകയാണ്, ഭൂമിയിലെ മനുഷ്യരെ വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം അവർക്കിടയിലേക്ക് വരികയോ അവരെ അതിൽ നിന്ന് ആ സ്പോട്ടിൽ ശിക്ഷിക്കുകയോ ചെയ്യുകയില്ല. എല്ലാ ശിക്ഷയും അല്ലെങ്കിൽ എല്ലാ സ്വർഗഭാഗ്യവും അവസാനത്തേക്ക് വെച്ചിരിക്കുകയാണ്. ഇതാണ് ഇസ്ലാം മതം പറയുന്ന വിശ്വാസത്തിൻ്റെ വിഷയമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹിന്ദുമതം എന്ത് പറഞ്ഞു എന്ന് കണ്ടു, ഇസ്ലാം മതം എന്ത് പറഞ്ഞു എന്ന് കണ്ടു. ഇതേ വിഷയത്തിന് ബുദ്ധമതം പറയുന്നത് പ്രകാരമാണ്: ആഗ്രഹമാണ് എല്ലാ വിഷയത്തിൻ്റെയും എല്ലാ ദുഃഖത്തിൻ്റെയും അടിസ്ഥാനപരമായ കാരണം. അതുകൊണ്ട് ഈ കുഞ്ഞിനെ ആഗ്രഹിക്കുന്ന ആളുകൾ അവർ ചെയ്തതാണ് തെറ്റ്. അതാണ് ഈ ദുഃഖത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം. ആ ആളുകൾ ആഗ്രഹിച്ചതുകൊണ്ടാണ് ഈ കുട്ടി ദുഃഖം അനുഭവിക്കേണ്ടി വന്നത് എന്നതാണ് ഇവർ നൽകുന്ന ആശയം എന്ന് പറയുന്നത്, ബുദ്ധമതത്തിൻ്റെ ആശയം. അപ്പോൾ ഇത് ചോദിക്കുന്ന ഓരോ ക്രിസ്ത്യാനി യുവജനങ്ങൾ പ്രത്യേകിച്ച് ഈ ഒരു വിഷയം ചോദിക്കുകയും പലപ്പോഴും നിരീശ്വരവാദത്തിൻ്റെ മേഖലയിലേക്ക് പോകുന്നതും കണ്ടിട്ടുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ ക്രിസ്തുമതം നൽകുന്ന ഉത്തരം? പ്രത്യേകിച്ച് എന്നോട് ഈ ഒരു ചാനലിലെ ഈ ഒരു ഭാഗം എടുത്തുകൊണ്ട് എനിക്കൊരു വ്യക്തി വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു: ബ്രദർ ദയവായിട്ട് ഇതിനൊരു ഉത്തരം പറയണം. കാരണം എൻ്റെ ഭർത്താവ് നിരീശ്വരവാദിയായിരുന്നു, ഞാൻ ആ വ്യക്തിയെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അപ്പോഴാണ് ഇദ്ദേഹം ഈ ഒരു വീഡിയോ എനിക്ക് കാണിച്ചു തന്നത്. ഇതിന് ഉത്തരം പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ, ബ്രദർ ഇതിനൊരു ഉത്തരം പറഞ്ഞു തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി എനിക്ക് വാട്സാപ്പിൽ അയച്ചു തരികയുണ്ടായി. അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു ഉത്തരം ആഗ്രഹിക്കുന്ന കുറേയധികം ക്രൈസ്തവരുണ്ട് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഇന്ന് ഈ ചാനലിൽ നാം ഈ ഒരു ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നത്. ഇദ്ദേഹം പറയുന്ന സ്വപ്നം എന്താണ്? ദൈവമുണ്ടെങ്കിൽ ദൈവം ചെയ്യേണ്ട സ്വപ്നം എന്താണ്? ഇദ്ദേഹം ആഗ്രഹിക്കുകയാണ്. ഒരു വ്യക്തി പാപം ചെയ്യാൻ പോകുന്നു, ആ കുഞ്ഞിനെ പീഡിപ്പിക്കാൻ പോകുന്നു. അങ്ങനെ പീഡിപ്പിക്കാൻ പോകുന്ന അവസ്ഥയിൽ ആ വ്യക്തികളുടെ മുമ്പിലേക്ക് ദൈവം പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് പറയുകയാണ്: ഈ കുഞ്ഞിനെ നിങ്ങൾ തൊട്ടുപോകരുത്, തൊട്ടുപോയാൽ നിങ്ങളെ കൊന്നുകളയും. അങ്ങനെ ദൈവം ആ കുഞ്ഞിനെ രക്ഷിക്കുന്നു, ആ രണ്ടുപേരെയും അവിടെ നിന്ന് ഓടിപ്പിക്കുന്നു, അല്ലെങ്കിൽ പീഡിപ്പിക്കാൻ വന്ന വ്യക്തിയെ ഓടിപ്പിക്കുന്നു. ഇതാണ് ഇവർ കാണുന്ന സ്വപ്നം. യഥാർത്ഥത്തിൽ ദൈവം സർവ നന്മ സ്വരൂപനാണെങ്കിൽ ദൈവം ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഇങ്ങനെ തടഞ്ഞുകൂടെ, അല്ലെങ്കിൽ ഈ പാപം ഇല്ലാതെ സൃഷ്ടിച്ചുകൂടെ? ഇതാണ് ചോദ്യം. പാപമില്ലാതെ സൃഷ്ടിച്ചുകൂടെ? ഒരു മനുഷ്യൻ അവൻ്റെ ഉള്ളിൽ പാപം തോന്നുന്നില്ല, അവന് പാപം ചെയ്യാൻ പറ്റുന്നില്ലെന്നേ. അവൻ വെറും നന്മ മാത്രം ആഗ്രഹിക്കുന്നു, നന്മ മാത്രം ചിന്തിക്കുന്നു, നന്മ മാത്രം പ്രവർത്തിക്കുന്നു. അവന് തിന്മയായിട്ടൊന്നും തോന്നുന്നില്ല, തിന്മ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കുഞ്ഞിനെ കാണുമ്പോൾ പീഡിപ്പിക്കാനായിട്ട് തോന്നുന്നില്ല. ഇങ്ങനൊരു അവസ്ഥയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിൽ ഈ ഭൂമി എത്ര മനോഹരമാകുമായിരുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം ചോദിക്കുന്ന ചോദ്യം. ബൈബിൾ എന്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ, ബൈബിളിൽ നാം ആദ്യം കാണുന്ന ഒരു ഭാഗമുണ്ട്, ഏദൻ തോട്ടം എന്ന് പറയുന്ന ഭാഗം. ഈ ഏദൻ തോട്ടം എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് ഇതുതന്നെയാണ്.
ദൈവം സർവ്വ നന്മ സ്വരൂപനായതുകൊണ്ട് ദൈവം ഏദൻ തോട്ടത്തിൽ ആദിനും ഹവ്വയെയും സൃഷ്ടിച്ചു. അവർക്ക് നന്മ മാത്രമേ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ, തിന്മ ചെയ്യാൻ സാധിക്കുന്നില്ല. അവർ പരസ്പരം നന്മയിൽ വളരുന്നു, നന്മ മാത്രം ചെയ്യുന്നു. പാപം എന്തെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ, പാപം ചെയ്യാൻ അവർക്ക് പറ്റുന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് ഏദൻ തോട്ടത്തിൽ നമ്മൾ കാണുന്നത് ആദത്തിനും ഹവ്വയെയും ദൈവം സൃഷ്ടിച്ചത്. അതായത് ദൈവം വിഭാവനം ചെയ്യുന്ന ഭൂമിയും ദൈവം വിഭാവനം ചെയ്ത മനുഷ്യരും ഇന്ന് നമ്മൾ കാണുന്നത് പോലെയല്ല, ഏദൻ തോട്ടം എന്ന കാഴ്ചപ്പാടിലാണ്. ഇതാണ് ബൈബിൾ പറയുന്ന സന്ദേശം. പ്രത്യേകമായിട്ട് ഇദ്ദേഹം ബൈബിളിനനുസരിച്ചുള്ള ദൈവത്തെയാണ് മുന്നോട്ട് വെച്ചത്. അതായത് പരമപരിശുദ്ധനായൊരു ദൈവത്തെ. ഇപ്പോൾ ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം നിർഗുണനാണ്, പരിശുദ്ധനുമല്ല പാപിയുമല്ല, നിർഗുണ പരബ്രഹ്മമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചോദ്യം വന്നാൽ ഇതിന് തക്ക ശിക്ഷ നൽകിക്കൊണ്ട് സ്വർഗത്തേക്ക് നരകത്തേക്ക് പോയി പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോയി അതിനുള്ള വലിയ അനുഭവം, ഭക്ഷണവും പാനീയവും അപ്സര സ്ത്രീകളും ഒക്കെ അനുഭവിച്ചതിന് ശേഷം തിരികെ ഭൂമിയിൽ പുനർജന്മമെടുക്കുന്നു. പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നരകത്തിൽ പോയി ശിക്ഷ അനുഭവിച്ചിട്ട് തിരികെ വീണ്ടും ഭൂമിയിൽ കടന്നു വന്ന് പുനർജന്മമെടുക്കുന്നു. അങ്ങനെ ഒരിക്കലും പാപമോ പുണ്യമോ ഇല്ലാത്ത അവസ്ഥയിൽ നിർഗുണ പരബ്രഹ്മത്തിൽ വിലയം പ്രാപിക്കുന്നു എന്ന കൺസെപ്റ്റാണ് ഹിന്ദു മതത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇദ്ദേഹം ഒരു ഹൈന്ദവനായതുകൊണ്ടാണ് ഞാനൊരു വിഷയം പറഞ്ഞത്. ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തന്നെയാണ് ഒരു വ്യക്തിക്ക് ഉപകാരം വരുത്തുന്നവനും ഉപദ്രവം വരുത്തുന്നതും. അതായത് ഇബ്ലീസും ജിന്നുകളും എല്ലാം അള്ളാഹുവിൻ്റെ തന്നെ പ്രവൃത്തിയുടെ മേഖലകളാണ്. തിന്മയ്ക്ക് മേലുള്ള അധികാരവും അള്ളാഹുവിന് തന്നെയാണ് എന്ന് തന്നെയാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്രിസ്തുമതം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. പാപം, തിന്മ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് വരുന്നില്ല, നന്മ മാത്രമാണ് ദൈവം, പരിശുദ്ധനാണ് ദൈവം. ഈ ഒരു കൺസെപ്റ്റ് ക്രിസ്തുമതത്തിലാണ് ഉള്ളത്. ഈ കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇദ്ദേഹം ഈ ചോദ്യം ചോദിക്കുന്നത്. മറ്റ് രണ്ട് കൺസെപ്റ്റ് ആണെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമേ കടന്നു വരുന്നില്ല, ചോദ്യം തന്നെ കടന്നു വരുന്നില്ല. അപ്പോൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തുമത കൺസെപ്റ്റിൽ എങ്ങനെയാണ് ഇതിനെ വിഭാവനം ചെയ്തിരിക്കുന്നതെന്നാണ് ഞാനീ പറയുന്നത്. ആദത്തെയും ഹവ്വയെയും സംബന്ധിച്ചിടത്തോളം ദൈവം പാപം ചെയ്യാത്ത, നന്മ മാത്രം ചെയ്യുന്ന ആളുകളായി സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഒരു പാപം കടന്നു വരുന്നത് എങ്ങനെയാണെന്നും ബൈബിൾ ഏദൻ തോട്ടത്തിൽ പറയുന്നുണ്ട്. അതുള്ള കാരണം ഇതാണ്, ദൈവം ഒരു ക്ലോസ് വയ്ക്കുന്നു. എന്താ? ഏദൻ തോട്ടത്തിൽ നടുക്ക് നന്മയും തിന്മയും കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം, അതിൻ്റെ പഴം നീ തിന്നരുത്. ഇതാണ് ഏദൻ തോട്ടത്തിലുള്ള ഒരേ ഒരു ക്ലോസ്. ഇതിന് നമ്മൾ കഥ എന്നതിനൊക്കെ ഉപരി നമ്മൾ കുറച്ചും കൂടി ഇതിൻ്റെ ഒരു അർത്ഥതലങ്ങളിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. മനുഷ്യൻ എന്ന വ്യക്തിക്ക് മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു നിബന്ധന, നിൻ്റെ ഉള്ളിൽ നന്മയും തിന്മയും ഒന്നും, നന്മ മാത്രമേ ഉള്ളൂ, തിന്മയില്ല, ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നടപ്പിലാക്കുന്ന വ്യക്തിയാണ് നീ, നിനക്ക് തിന്മ ചെയ്യാൻ പറ്റില്ല, നീ നല്ലവനാണ്, നന്മ മാത്രം ചെയ്യുന്ന വ്യക്തിയായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പിൽ ദൈവം നൽകിയിരിക്കുകയാണ്, നന്മയും തിന്മയും കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ പഴം ഇവിടെ ഉണ്ട്, നിനക്കത് തിന്നാം തിന്നാതിരിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യം നിനക്ക് ദൈവം തന്നിരിക്കുന്നു. കാരണം ദൈവം സ്നേഹമാണല്ലോ, ദൈവം തൻ്റെ മക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമല്ലോ. ഇപ്പം നമ്മളൊരു അപ്പനാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് നല്ല സ്വാതന്ത്ര്യം നൽകും. ഞാൻ അപ്പനാണ്, നിൻ്റെ അപ്പനാണ്, അതുകൊണ്ട് ഞാൻ നിനക്ക് സ്വാതന്ത്ര്യം തരില്ല എന്ന രീതിയിൽ ഞാൻ പറഞ്ഞത് മാത്രമേ നീ അനുസരിച്ച് ജീവിക്കാവൂ ഒരു അപ്പനും പറയാറില്ലല്ലോ. കാരണം അത് സ്നേഹത്തിൻ്റെ ഭാഗം, മക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളത് സ്നേഹത്തിൻ്റെ ഭാഗം. അപ്പോൾ ദൈവം ഇവിടെ ആദിനും ഹവ്വയ്ക്കും കൊടുക്കുകയാണ്, ഞാൻ നിനക്കൊരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, നന്മ തിന്മ വൃക്ഷത്തിൻ്റെ പഴം എന്ന് പറഞ്ഞാൽ ഈ പഴം ഭക്ഷിച്ചാൽ നന്മ എന്ത് തിന്മ എന്ത് എന്ന് നിനക്ക് തീരുമാനിക്കാം. ഇതാണ് അവിടെ വച്ചിരിക്കുന്ന ക്ലോസ്. ഇപ്പം ദൈവം പറയാണ്, ഈ വൃക്ഷത്തിൻ്റെ പഴം തിന്നാൻ പാടില്ല, തിന്മയാണ് എന്നതാണ് ഞാൻ നിൻ്റെ മുമ്പിൽ വയ്ക്കുന്ന ആദർശം. എന്നാൽ നിനക്ക് വേണമെങ്കിൽ ആ നന്മ തിന്മ വൃക്ഷത്തിൻ്റെ പഴം തിന്നാം. ആ തിന്നു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിൽ നന്മ ഏത് തിന്മ ഏത് നീ തീരുമാനിക്കണം, ഞാൻ തീരുമാനിക്കില്ല. ഇതാണ് ദൈവം ആദത്തിനും ഹവ്വയ്ക്കും കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം ഈ ഭാഗം. അപ്പോൾ ഈ ഭൂമിയിൽ ഓരോ മനുഷ്യനും ദൈവം കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യം ഇതാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നിനക്ക് ജീവിക്കാം, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചാൽ നിനക്ക് ഭൂമിയിൽ സ്വർഗം പണിയാം. എന്നാൽ നീ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചിട്ടല്ല ജീവിക്കുന്നെങ്കിൽ അങ്ങനെയും നിനക്ക് ജീവിക്കാം,
അപ്പോൾ ഭൂമി ഒരു നരകമായി മാറും. ഇതാണ് ഇതിൻ്റെ ഒരു ക്ലോസ്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് കണ്ടു. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ കണ്ടു, നന്മ മാത്രം അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ കാണുകയാണ്, ആ മനുഷ്യന് നന്മയുടെ ഭാഗമായി സ്വാതന്ത്ര്യം ലഭിക്കുന്നു. നന്മ ഏത് തിന്മ ഏതെന്ന് ദൈവത്തിൻ്റെ നന്മയല്ല നന്മ, ദൈവം പറയുന്ന തിന്മയുമല്ല തിന്മ. ഞാൻ പറയും ഇതാണ് നന്മ, ഇതാണ് തിന്മ. ഒരു കുട്ടിയെ പീഡിപ്പിക്കുന്ന കാര്യമാണെങ്കിൽ ഞാൻ തീരുമാനിക്കുകയാണ് കുട്ടിയെ പീഡിപ്പിക്കുന്നതാണ് എൻ്റെ ശരി എന്ന് ഞാൻ തീരുമാനിക്കണമെങ്കിൽ തീരുമാനിക്കാമെന്നുള്ളൊരു സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുകയാണ്. ഇനി മൂന്നാമതൊരു ഭാഗം, അത് സർപ്പം വന്ന് പ്രലോഭനം നൽകുക. ഒരിക്കൽ ഞാൻ ഈ ഒരു വിഷയം അവതരിപ്പിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, പിശാച് മനുഷ്യനെ പ്രലോഭിപ്പിക്കുകയും മനുഷ്യൻ പാപം ചെയ്യുകയും ചെയ്തു എന്ന്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു ചോദ്യം എന്നെ ആഴത്തിൽ ചിന്തിപ്പിച്ചു. ദൈവത്തിന് ഈ പിശാചിനെ നരകത്തിൽ പൂട്ടിയിടാമായിരുന്നില്ലേ? ദൈവം എന്തിനാണ് പിശാചിനെ ഭൂമിയിലേക്ക് തുറന്നിട്ടത്? അതുകൊണ്ടാണല്ലോ പ്രലോഭനം ഉണ്ടായത്, അതുകൊണ്ടാണല്ലോ പാപം ഉണ്ടായത്. അപ്പോൾ ഈ പിശാചിനെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ട ദൈവം തന്നെയാണ് പ്രധാനപ്പെട്ട കാരണക്കാരൻ. അപ്പോൾ ഞാൻ ഈ വിഷയം വീണ്ടും വീണ്ടും വിചിന്തനം ചെയ്തു. എന്ത് ഇങ്ങനെ വന്നിരുന്നു? ഈ പറഞ്ഞ ചോദ്യം വളരെ ന്യായയുക്തമാണല്ലോ. ദൈവം എന്തിനാണ് ഈ പിശാചുകളിലൊക്കെ നരകത്തു നിന്ന് തുറന്ന് ഭൂമിയിലേക്ക് വിട്ടത്? അതുകൊണ്ടല്ലേ ഈ പാപം ഉണ്ടായത്. അപ്പോൾ ഞാനിങ്ങനെ വിചിന്തനം ചെയ്യുമ്പോൾ ദൈവം എനിക്ക് നൽകിയൊരു മെസ്സേജ് തരുന്നു. ബൈബിളിൽ എവിടെയും നമ്മൾ കാണുന്നില്ല പിശാച് പ്രലോഭിപ്പിച്ചിട്ടാണ് മനുഷ്യൻ പാപം ചെയ്തതെന്ന്. പിന്നെയോ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും കൗശലമേറിയതാണ് സർപ്പം. സൃഷ്ടിയാണ് മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്നത്. അതാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുക. അപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് പാപം കടന്നു വരുന്നതിന് പ്രധാനപ്പെട്ട കാരണം പിശാചിൻ്റെ പ്രലോഭനമല്ല, സൃഷ്ടിയുടെ ഉപയോഗത്തിലുള്ള സൃഷ്ടിയുടെ പ്രലോഭനമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സ്വർഗത്തിൽ മാലാഖമാർ വഴി പിഴച്ചിട്ടാണ് പിശാചുണ്ടായത്. അപ്പോൾ ചോദ്യം വരികയാണ്, ആ വഴി പിഴയ്ക്കുന്ന ആ മാലാഖയെ പ്രലോഭിപ്പിക്കുവാൻ വേറെ പിശാച് ഉണ്ടായിരുന്നുവോ? ഇല്ല എന്നാണ് ഉത്തരം. പിന്നെ എന്തുകൊണ്ട് ആ തനത് സ്വഭാവത്തിൽ മാലാഖയ്ക്ക് വഴി പിഴച്ചു? മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പിശാചില്ലെങ്കിലും മനുഷ്യൻ വഴി പിഴച്ച് തിന്മ ചെയ്യുമോ, പാപം ചെയ്യുമോ? ഇതാണ് അടുത്ത ചോദ്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉത്തരം അതേന്നാണ്. പിശാചില്ലെങ്കിലും പ്രലോഭനമില്ലെങ്കിലും മനുഷ്യന് പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാണ്, അതായത് ദൈവം ഒരു കാര്യത്തെ സൃഷ്ടിച്ചിരിക്കുന്നു, ആ സൃഷ്ടിയുടെ ക്രമവിരുദ്ധമായ ഉപയോഗത്തെയാണ് പാപം എന്ന് പറയുന്നത്. ക്രമമായിട്ടാണ് ദൈവം എല്ലാം സൃഷ്ടിച്ചത്, ആ ക്രമത്തെ തെറ്റിക്കുന്നതാണ് പാപം. ഭൂമിയിലെല്ലാം ക്രമമാണ്. അതുപോലെ നമുക്കറിയാം പ്രപഞ്ചം ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ക്രമത്തിലാണ്. ഈ ക്രമത്തിൽ എവിടെയെങ്കിലും ക്രമരാഹിത്യം ഉണ്ടായാൽ അതാണ് പാപം. മനുഷ്യനൊരു ക്രമരാഹിത്യം ഉണ്ടാക്കുന്നതാണ് പാപം എന്ന് പറയുന്നത്. അതായത് ഒരു കുഞ്ഞ്, ഇദ്ദേഹം പറയുന്ന അതേ ഉപമ തന്നെ, കുഞ്ഞിന് ആ കുഞ്ഞിൻ്റേതായ സ്വഭാവ സവിശേഷതകളുണ്ട്. കുഞ്ഞ് വളർന്ന് വലുതാവണം, അതിനുവേണ്ടി കാത്തിരിക്കണം, അതാണ് അതിൻ്റെ ക്രമം. ഈ ക്രമത്തെ തെറ്റിക്കുന്നതിനെയാണ് പാപമെന്ന് പറയുന്നത്. ഇതാണ് ആദും ചെയ്തത്. ഈ പഴം തിന്നാൻ പാടില്ല, അതാണ് അതിൻ്റെ ക്രമം. ആ ക്രമത്തെ സൃഷ്ടി മോഹിപ്പിക്കുകയും സൃഷ്ടിയുടെ മോഹം വഴി അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആ സൃഷ്ടിയെ കാണുമ്പോഴുണ്ടാകുന്ന ക്രമത്തെ ക്രമരാഹിത്യം ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് പാപം എന്ന് പറയുന്നത്. ഇങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടമല്ലാത്തൊരു ഇഷ്ടം ഭൂമിയിൽ അല്ലെങ്കിൽ ഏദൻ തോട്ടത്തിൽ നടന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു എന്നതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് പറയുകയാണ്. ഒന്ന്, ഇദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലെ ഭൂമി ഒരു ദൈവരാജ്യമാകുന്ന അവസ്ഥ, നന്മ മാത്രം ചെയ്യുന്ന മനുഷ്യൻ. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കണ്ടു, ഈ മനുഷ്യന് ദൈവം സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യമാണ് നന്മ തിന്മകളുടെ വൃക്ഷത്തിന് പഴം തിന്നാം തിന്നാതിരിക്കാം എന്നുള്ള സ്വാതന്ത്ര്യം. മൂന്നാമത് നമ്മൾ കാണുകയാണ്, സൃഷ്ടി അതിൽ തന്നെ ക്രമത്തിലാണ്. ആ സൃഷ്ടിയുടെ ക്രമരാഹിത്യമാണ് പാപം. ആ ക്രമരാഹിത്യത്തിനുണ്ടാകുന്ന പ്രലോഭനം സൃഷ്ടിയിൽ തന്നെയുണ്ട്. പിശാച് വേണമെന്നില്ല, എന്നാൽ പിശാചും എന്ന് പ്രലോഭിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്രമരാഹിത്യത്തിലേക്ക് മനുഷ്യൻ കടന്നു ചെല്ലുന്നു എന്നുള്ളതാണ് പാപം. നാലാമത് നമ്മൾ കാണുകയാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമല്ലാത്ത ഒരു ഇഷ്ടം മനുഷ്യൻ നടപ്പിലാക്കുന്നതാണ് നാലാമത്തെ ഭാഗം. അങ്ങനെ നടപ്പിലാക്കിയില്ല, അതായത് ദൈവത്തിൻ്റെ നന്മയല്ല നന്മ, ദൈവം പറയുന്ന തിന്മയുമല്ല തിന്മ, ഞാൻ പറയുന്ന നന്മയും ഞാനും പറയുന്ന തിന്മയുമാണ് എൻ്റെ നന്മയും തിന്മയും.
എന്ന് മനുഷ്യൻ പറയുന്നിടത്താണ് നന്മ തിന്മകളുടെ വൃക്ഷത്തിൻ്റെ പഴം ഭക്ഷിക്കുക എന്ന് പറയുന്ന അവസ്ഥ. അതോടെ ഉണ്ടാകുന്ന മാറ്റം എന്താണെന്ന് ബൈബിളിൽ ദൈവം പറയുന്നുണ്ട്. അത് ഇപ്രകാരമാണ്. ഒറ്റ കാര്യം മാത്രം പറയാണ്. പുരുഷൻ സ്ത്രീയെ ഭരിക്കും. സ്ത്രീയോട് ദൈവം കൊടുക്കുന്ന ഒരു ശിക്ഷയാണ്. പുരുഷൻ സ്ത്രീയെ ഭരിക്കും. ദൈവം ആ ശിക്ഷ കൊടുത്തത് കൊണ്ടല്ല ആ ഒരു സംഭവം അവിടെ ഭവിക്കുന്നത്. പിന്നെയോ നന്മ ഏത് തിന്മ ഏതെന്ന് മനുഷ്യൻ തീരുമാനിക്കാൻ തുടങ്ങിയപ്പോൾ ഈ സ്ത്രീയെ ഭരിക്കുന്നവൻ കയ്യൂക്കുള്ളവനാണ്. കയ്യൂക്കുള്ളവൻ പറയുന്നവനാണ് പിന്നെ കാര്യം. അപ്പോൾ ഈ ഭൂമിയിൽ എന്തുകൊണ്ടാണ് പാപം കടന്നു വരുന്നതെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ ശരിയല്ല ശരി, എൻ്റെ ശരിയാണ് ശരി എന്ന് മനുഷ്യൻ തീരുമാനിക്കുമ്പോഴാണ് ഈ പാപം കടന്നു വരുന്നത്. അപ്പോൾ കയ്യൂക്കുള്ളവനാണ് അധികാരി, കയ്യൂക്കുള്ളവൻ ഭരിക്കും. പുരുഷന് സ്ത്രീയെ ഭരിക്കും, മേൽജാതിക്കാരൻ കീഴ്ജാതിക്കാരെ ഭരിക്കും, ഉടമ അടിമയെ ഭരിക്കും, ചെറിയ കുഞ്ഞുങ്ങൾ ബലഹീനരായ കുഞ്ഞുങ്ങളെ ബലമുള്ളവർ കീഴടക്കും. ഇതാണ് ഭൂമിക്കുണ്ടായ നശ്വരത. ദൈവം സൃഷ്ടിക്കുമ്പോൾ അനശ്വരതയിൽ സൃഷ്ടിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഉൽപ്പത്തിയുടെ ഈ ഭാഗങ്ങളെ നമ്മളൊരു കഥ മോഡൽ, ഒരു കഥയായിട്ട് കാണാതെ ഇതിലൂടെ പറയുന്ന സന്ദേശത്തെ ഉൾക്കൊള്ളുമ്പോൾ എന്തുകൊണ്ടാണ് ഈ തിന്മ ഭൂമിയിൽ കടന്നു വന്നു, പ്രോബ്ലം ഓഫ് ഈവിൾ കടന്നു വന്നു, എന്തുകൊണ്ടൊരു കുഞ്ഞ് പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവം ഒന്നും ചെയ്യുന്നില്ല എന്നതിൻ്റെ ഉത്തരത്തിലേക്കാണ് നമ്മൾ കടന്നു വരിക. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുകയാണ്? ഭൂമിയെ ദൈവം മനുഷ്യനാണ് അധികാരം കൊടുത്തിരിക്കുന്നത്. ഭൂമിയിലുള്ള അധികാരം മുഴുവൻ മനുഷ്യൻ്റെ കയ്യിലാണ്, ദൈവത്തിൻ്റെ കയ്യിലല്ല. ദൈവത്തിൻ്റെ കയ്യിലായിരുന്നു എന്ന് കരുതുക, അധികാരം ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ പാപമുണ്ടാവില്ല. ഏതെങ്കിലും പാപം ചെയ്യുന്ന വ്യക്തിയെ അപ്പോൾ തന്നെ ദൈവം കൊന്നുകളയും. അപ്പോൾ ഭൂമിയിൽ പാപം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും പാപം ചെയ്ത് സുഖമായി ജീവിക്കുമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യാനും പറ്റില്ല. കാരണം മനുഷ്യൻ്റെ ഉള്ളിലൊരു സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു മനോഭാവമുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഒരു സ്വാതന്ത്ര്യത്തിനുള്ള വിലങ്ങുതടിയായിട്ട് ഈ ഒരു ശിക്ഷ മാറും, അടിമയായിട്ട് മനുഷ്യൻ മാറും. അതാണ് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന കാര്യം. അപ്പോൾ ദൈവം മനുഷ്യനെ അടിമയാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഭൂമിയിൽ മനുഷ്യന് ഈ അധികാരം കൊടുത്ത് മനുഷ്യൻ ചെയ്യട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് ദൈവം എത്തുന്നത്. അപ്പോൾ ഇവിടെ ദൈവം നോക്കി കാണാണ് മനുഷ്യൻ അവൻ്റെ അധികാരം ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യും. അപ്പോൾ ഇതിന് ഉത്തരവും നമുക്ക് കാണാം. ഉത്തരം നമുക്ക് കാണുന്നത് എവിടെയാണ്? യേശുക്രിസ്തുവിലാണ്. ഈ അധികാരം പിശാചിൽ നിന്ന് മനുഷ്യൻ തിരിച്ചു പിടിക്കുന്നതാണ് യേശുക്രിസ്തുവിൻ്റെ അധികാരം എന്ന് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു പറയുന്ന നരകത്തിൻ്റെയും പാതാളത്തിൻ്റെയും മേലുള്ള അധികാരം എന്ന് പറയുന്നത് ഈ ഒരു അധികാരമാണ്. യേശുവിൻ പിടിച്ചെടുത്തിരിക്കുന്ന അധികാരം, സഭയ്ക്ക് നൽകിയിരിക്കുന്ന അധികാരം എന്ന് പറയുന്നത് ഈ അധികാരമാണ്. നമ്മൾ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോൾ ആ പ്രാർത്ഥനയിൽ പറയുന്നത് ഇപ്രകാരമാണ്: അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അതിനർത്ഥം ഈ ഭൂമിയിൽ ഇപ്പോഴുള്ളത് ദൈവത്തിൻ്റെ രാജ്യമല്ല. കാരണം ദൈവത്തിൻ്റെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? സ്വർഗത്തിലെ പോലെ ഭൂമിയിലേക്ക് ദൈവത്തിൻ്റെ രാജ്യം കൊണ്ടുവരണം. അതെങ്ങനെ കൊണ്ടുവരണം? ദൈവത്തിൻ്റെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ നടപ്പിലാക്കണം. ആര് നടപ്പിലാക്കണം? മനുഷ്യൻ നടപ്പിലാക്കണം. എങ്ങനെ നടപ്പിലാക്കണം? യേശുക്രിസ്തുവിൻ്റെ അധികാരം ഉപയോഗിച്ച് നടപ്പിലാക്കണം. ആ ഒരു വിളിയാണ് സഭയ്ക്കുള്ള വിളി. ആ ഒരു വിളിയാണ് ക്രിസ്ത്യാനിക്കുള്ള വിളി. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഇദ്ദേഹം പറയുന്ന നന്മ മാത്രം ചെയ്യുന്ന, തിന്മ ഒട്ടും ചെയ്യാത്ത ഒരു ദൈവരാജ്യം ഭൂമിയിൽ കടന്നു വരുമോ? അത് കടന്നു വരുമെന്ന് തന്നെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അതിനാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പറയുന്നത്. അതിലേക്ക് അത് എന്തുകൊണ്ട് ഇപ്പോൾ വരുന്നില്ല എന്ന് ആളുകൾ ചോദിക്കുക. എന്തുകൊണ്ട് ഇപ്പോൾ വരുന്നില്ല? ഇപ്പോൾ തന്നെ ആയിക്കോട്ടെ. അതാണ് നിരീശ്വരവാദികൾ പലപ്പോഴും ചോദിക്കുന്നത്. ഇപ്പോൾ തന്നെ പുതിയ ആകാശവും പുതിയ ഭൂമിയും വന്ന് നല്ല ഭംഗിയാക്കിക്കൂടെ, പിശാചിനെല്ലാം പുറത്താക്കി നന്മ മാത്രമുള്ള മനുഷ്യരാക്കി കൂടെ എന്ന് ചോദിക്കുക. അപ്പോൾ ഇത് വരാത്തതിൻ്റെ കാരണം ദൈവരാജ്യം അതിൻ്റെ പൂർണ്ണതയിൽ ഈശോയുടെ രണ്ടാം വരവിൽ വരുമ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സകല മനുഷ്യരും ദൈവദൂതന്മാരെ പോലെ ആകും. അടുത്തൊരു തലമുറ ഉണ്ടാവില്ല. അതായത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന എല്ലാ മനുഷ്യരും ദൈവദൂതന്മാരെ പോലെയാകും. ജഡികമായ അവസ്ഥകൾ,
സന്താനോൽപാദനം, അങ്ങനെയുള്ള ജടികമായ എല്ലാ കാര്യങ്ങളും സ്റ്റോപ്പായിരിക്കും. മക്കൾ ജനിക്കില്ല എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം വെയിറ്റ് ചെയ്യുന്നത്? ഈ ഒരു ദൈവരാജ്യം, സ്വർഗത്തിൽ ഉള്ള ഈ ദൈവരാജ്യം ഭൂമിയിൽ വ്യാപിപ്പിക്കുന്നതിന് ദൈവം എന്തുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് കാരണം ഇനിയും ഓരോ കുഞ്ഞുങ്ങളും ഭൂമിയിൽ ജനിക്കണം, ആ കുഞ്ഞുങ്ങൾ വിശുദ്ധരായി വളരണം, ആ കുഞ്ഞുങ്ങൾ സ്വർഗം അനുഭവിക്കണം, അങ്ങനെ ദൈവമക്കൾ സ്വർഗത്തിൽ നിറയണം എന്നുള്ള ദൈവത്തിൻ്റെ സ്വപ്നമാണ് യഥാർത്ഥത്തിൽ ഈ ലോകാവസാനത്തിൽ നീട്ടി കൊണ്ടുപോകുന്നത്. പലരും പറയാറുണ്ട്, എന്തുകൊണ്ട് ലോകം അവസാനിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ, ഓരോ കുഞ്ഞ് ജനിച്ചു വീഴുമ്പോഴും ദൈവത്തിന് ഇപ്പോഴും ഭൂമിയെ കൊണ്ട് മതിയായിട്ടില്ല. ഭൂമിയിൽ പാപം നിറഞ്ഞു എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ദൈവത്തിന് ഇപ്പോഴും ഭൂമിയിലെ മനുഷ്യരെ കൊണ്ട് മതിയായിട്ടില്ല എന്നുള്ള തെളിവാണ് ഓരോ കുഞ്ഞും ജനിക്കുന്നതെന്ന് പറയും. ചിലർ ചോദിക്കും, ഭൂമിയിൽ ഇത്രയധികം പാപം പെരുകുകയാണ്, അപ്പം നന്മയൊക്കെ കൂടുതൽ തിന്മയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നന്മ ഭൂമിയിൽ എവറസ്റ്റോളമാണെങ്കിൽ തിന്മ ഭൂമിയിൽ മണൽത്തരി പോലെയാണ്. കാരണം യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം എന്ന് പറയുന്ന ആ വലിയൊരു നന്മയുടെ കൃപയുടെ ഒഴുക്ക് തന്നെ എവറസ്റ്റോളം നിൽക്കുമ്പോൾ ഭൂമിയിലെ സകല പാപം കൂട്ടിവെച്ചാലും മണൽത്തരി പോലെയുള്ളൂ. ഇനി മറ്റൊരു തലത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ തലമുറ വരെ ഉണ്ടായിരുന്ന വ്യക്തികളുടെ പാപത്തേക്കാൾ ഇന്നുള്ള തലമുറയുടെ വിശുദ്ധി അധികമാണ്. ഇത്രയധികം മനുഷ്യരുണ്ടെങ്കിലും ഇന്ന് കഴിഞ്ഞ കാലത്തെ പോലെയുള്ള വലിയ കൊടിയ പാപങ്ങളില്ല. പണ്ടൊക്കെ രാജാക്കന്മാർ വരുന്നു, യുദ്ധം ചെയ്യുന്നു, കൊല്ലുന്നു, മനുഷ്യജീവന് ഒട്ടും വിലയില്ല, കൊല്ലുകയും കൊലവിളിക്കുകയും സ്ത്രീപീഡനം നടത്തുകയും ഒക്കെ ചെയ്യുന്ന രാജാക്കന്മാരും നമ്മുടെ നാട്ടിൽ തന്നെ പരസ്പരം ഓരോ നാടുവാഴികൾ കീഴിൽ ഓരോ ചേകവന്മാരുണ്ടാവും, അല്ലെങ്കിൽ ഓരോ വ്യക്തികളുണ്ടായിരിക്കും. അവർ പരസ്പരം യുദ്ധം ചെയ്യുന്നു, അവർ മരിച്ചു വീഴുമ്പോൾ പൊട്ടിച്ചിരിക്കുന്ന ജനം. ഇങ്ങനെയുള്ള ആളുകളൊന്നും ഇപ്പോൾ ഇല്ല. കൂടുതൽ പുരോഗമനം, നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂടുതൽ ക്രൈസ്തവവൽക്കരിക്കപ്പെടുക. മതത്തിലേക്കല്ല, യേശുക്രിസ്തു പറഞ്ഞ ആശയങ്ങളിലേക്ക് ലോകം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. നമുക്ക് ലോകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കാതെ ഒരു കാലത്തുണ്ടായിരുന്ന പടയോട്ടങ്ങൾ, യുദ്ധങ്ങൾ, അതൊന്നും ഇന്നില്ല. ഇന്നുള്ള യുദ്ധങ്ങളൊക്കെ വേറെ ലെവലാണ്. കുറേ പേര് നന്മയിൽ ജീവിക്കുന്ന ഒരു സമൂഹം കാണാം. മറ്റേതെല്ലാം ഗോത്രമായുള്ള കലാപങ്ങളായിരുന്നു. അപ്പോൾ എങ്ങനെ ഈ ജനം മാറിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ നാട്ടിൽ തന്നെ ഒരു നൂറ്റാണ്ടായിട്ടുള്ളൂ നവോത്ഥാനത്തിൽ കടന്നു വന്നിട്ട് മനുഷ്യനായി പരസ്പരം കാണാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നന്മകളൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഈ നന്മകൾ ഇനിയും വളരുകയാണ്. അങ്ങനെ ഒരു ദൈവരാജ്യത്തിൻ്റെ രീതിയിലേക്ക് മനുഷ്യർ വളരുകയാണ് ഇന്നും ചെയ്യുന്നത്. പാപം പെരുകുകയാണെന്ന് വിചാരിക്കുന്ന മനസ്ഥിതി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ ലെവലിലൊക്കെ ചിന്തിക്കേണ്ടതായി വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക, പ്രത്യേകിച്ച് ക്രൈസ്തവ യുവജനങ്ങൾ മനസ്സിലാക്കുക, പ്രോബ്ലം ഓഫ് ഈവിളിന് കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധി തന്നെയാണ്. ദൈവം സർവ്വ നന്മ സ്വരൂപനാണ്, ദൈവം പരിശുദ്ധനാണ്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം നിഹനിക്കുവാൻ ദൈവത്തിന് സാധ്യമല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അടിമയായിട്ടല്ല, മക്കളായിട്ടാണ്. അതുകൊണ്ട് ദൈവം ഭൂമിയിൽ കളയും വിളയും ഒരുപോലെ വളരാൻ ആഗ്രഹിക്കുന്നു. പാപം ഈ ഭൂമിയിലുണ്ട്. ദൈവം ഇപ്പോൾ തന്നെ കള പറിക്കാൻ ശ്രമിച്ചാൽ വിളകൾ കൂടി നശിപ്പിക്കപ്പെടും. അതായത് ഈ വ്യക്തികൾക്ക് മാനസാന്തരപ്പെടാനുള്ള അവസരം നഷ്ടപ്പെടും. യേശുക്രിസ്തു അതിനുള്ള സകല വഴികളും രക്ഷാകര കർമ്മത്തിലൂടെ നൽകിയിട്ടുണ്ട്. സഹനത്തിൻ്റെ വഴികളായാലും ശരി, കുരിശിലൂടെ നൽകുന്ന കൗതാശിക കൃപാവരത്തിൻ്റെ സമൃദ്ധി ആയാലും ശരി, ഇതെല്ലാം നൽകിയിട്ടുണ്ട്. ഇന്നും പാപം ചെയ്തിരുന്ന മനുഷ്യർക്ക് പോലും, കൊടിയ പാപം ചെയ്തിരുന്ന വ്യക്തികൾക്ക് പോലും ക്രിസ്തുവിനെ അനുഭവിച്ചറിയുമ്പോൾ പരമപരിശുദ്ധിയിലേക്ക് വളരാൻ സാധിക്കും. ഇതൊക്കെയാണ് നമ്മൾ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ കാണുന്നത്. അങ്ങനെ വളരുവാനും മാറുവാനും ഓരോ വ്യക്തികൾക്കും സാധിക്കും. അതിനുള്ള സാധ്യതകൾ ദൈവം തുറന്നിട്ടിട്ടുണ്ട്. അങ്ങനെ മാനസാന്തരത്തേക്കുള്ള ക്ഷണമുണ്ട്. ഇന്നും ദൈവം ഓരോ മക്കൾ ജനിക്കുമ്പോഴും അവരെ കാത്തിരിക്കുകയാണ് ദൈവമക്കളായി, ദൈവരാജ്യത്തിൻ്റെ മക്കളായി രൂപാന്തരപ്പെടുത്തുവാൻ. ഇനി അന്തിമമായി ദൈവരാജ്യം ഭൂമിയിൽ നടപ്പിലാക്കപ്പെടുമ്പോൾ, ഭൂമി അവസാനിക്കുകയൊന്നുമല്ല, ലോകം അവസാനിക്കുകയൊന്നുമല്ല ചെയ്യുക, ഭൂമി പുതുതാക്കപ്പെടുകയും ചെയ്യുക. അങ്ങനെയുള്ള യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ സകല മനുഷ്യരും ദൈവമക്കളായി ദൈവത്തെ മുഖാഭിമുഖം കാണുന്ന ലോകമായി മാറുകയും ചെയ്യും. നിരീശ്വരവാദികൾ പറയുന്നത് പോലെ സ്വർഗമെന്നൊരു സ്വപ്നം കാണിച്ചുകൊണ്ട് ഭൂമിയിലുള്ള മനുഷ്യരുടെ പാപത്തെ ന്യായീകരിക്കുകയല്ല, മറിച്ച്
ഈ ദൈവരാജ്യം ഭൂമിയിൽ ഇപ്പോൾ തന്നെ നടപ്പിലാക്കുവാൻ നമ്മെ കൊണ്ട് സാധിക്കുമെന്ന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെന്നുള്ള പ്രാർത്ഥനയിലൂടെ ഈശോ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ, എൻ്റെ നന്മയും തിന്മയുമല്ല ദൈവത്തിൻ്റെ നന്മയും തിന്മയും ഭൂമിയിൽ നിറവേറട്ടെ എന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്ന, സ്വയമേവ ചിന്തിച്ച് തീരുമാനിക്കുന്ന, സ്വാതന്ത്ര്യം ഉപയോഗിച്ച് തീരുമാനിക്കുന്ന ആ ഒരു ലോകത്തിലേക്കാണ് സഭ നമ്മെ വിളിക്കുന്നത്, ക്രിസ്തുമതം നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഭൂമി ഒരു ദൈവരാജ്യമാക്കി ഇപ്പോൾ തന്നെ മാറ്റണം. അതിൻ്റെ എക്സ്റ്റൻഷനാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും സ്വർഗ്ഗം എന്ന് പറയുന്നത്. ഈശോ പറഞ്ഞില്ലേ, ഇപ്പോൾ തന്നെ സ്വർഗ്ഗത്തിൽ പോകണം, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല, നിത്യം ജീവിക്കും. ഇപ്പോഴാണ് നിത്യജീവൻ സ്വീകരിക്കേണ്ടത്, വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ ആ നന്മയുടെ ജീവിതത്തിലേക്ക് മാറണം. അതിന് കർത്താവ് അതിനുള്ള കൃപാ സമൃദ്ധി കുദാശകൾ ഒരുക്കിയിട്ടുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.